ഹായ് പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച ഡിസംബർ 12 വന്നിട്ടുള്ള ചന്ദ്രിക ദിനപത്രത്തിൽ ലാസ്റ്റ് പേജിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനൊക്കെ ശ്രമിക്കണമേ എന്ന് ആദ്യമേ ഉണർത്തുകയാണ്. നമുക്ക് റിപ്പോർട്ടിലേക്ക് കടക്കാം. പതിവ് തെറ്റാതെ ബൂത്തിൽ ഒന്നാമതായി പാണക്കാട്ടെ സയ്യിദ് കാരണവർ എന്ന തലക്കെട്ടിൽ KP നിഷാദ് മലപ്പുറം എഴുതിയിട്ടുള്ള ലേഖനമാണ്. ഞാനത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ്. പാണക്കാട് PKM LP സ്കൂളിലെ ബൂത്തിൽ ആദ്യ വോട്ട് ചെയ്ത് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ. പാണക്കാട് ശിഹാബ് തങ്ങൾ കുടുംബത്തിലെ കാരണവർ ബൂത്തിൽ ആദ്യ വോട്ട് ചെയ്യുന്ന പതിവിന് ഇത്തവണയും മുടക്കമുണ്ടായില്ല. ബൂത്ത് നമ്പർ 1 VIP വോട്ടുകൾ. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, സാദിഖ് അലി തങ്ങളുടെ മക്കളായ സയ്യിദ് അസീൽ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഷഹീൻ അലി ശിഹാബ് തങ്ങൾ എന്നിവരും ആദ്യം തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി. പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുടെ വോട്ട് ഇൻകൽ സിറ്റിയിലെ ഷംസുൽ ഇസ്ലാം മദ്രസ അപ്പക്കാടിലാണെങ്കിലും നേരത്തെ തന്നെ പാണക്കാട് ബൂത്തിലെത്തിയിരുന്നു. വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം ഏറെ നേരം സൗഹൃദം പങ്കുവെക്കലിനും നർമ്മ സംഭാഷണങ്ങൾക്കും ശേഷമാണ് നേതാക്കൾ ബൂത്ത് പരിസരത്തു നിന്നും മടങ്ങിയത്. ഇതിനിടെ മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ ഇളയ മകൻ സയ്യിദ് ഇഹ്സാൻ അലി ശിഹാബ് തങ്ങളുടെ കുസൃതി നേതാക്കളിൽ ചിരി പടർത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വലിയ ആത്മവിശ്വാസത്തിലാണെന്നും അഭൂതപൂർവമായ വിജയമുണ്ടാകുമെന്നും സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. തെക്കൻ കേരളത്തിലുണ്ടായ ട്രെൻഡ് സൂചിപ്പിക്കുന്നത് അതാണ്. UDFൻ്റെ വോട്ടുകൾ പോൾ ചെയ്യുകയും LDF വോട്ടുകൾ സർക്കാരിനോടുള്ള അതൃപ്തി കാരണം വോട്ടാവാതെ പോവുകയുമാണ് ആകെയുള്ള പോളിംഗ് ശതമാനത്തിൽ കുറവ് സൂചിപ്പിക്കുന്നത്. വടക്കൻ കേരളത്തിലെ ഫലം വരുമ്പോൾ തെക്കൻ കേരളത്തിലേതിനേക്കാൾ മികച്ച മുന്നേറ്റമായിരിക്കും കാണാനാവുക. സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. കാലഘട്ടത്തിന് അനുയോജ്യമായ മാറ്റം കൊണ്ടുവരാൻ UDF ജനപ്രതിനിധികൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാധ്യമ വാർത്തകളിലും സോഷ്യൽ മീഡിയകളിലും കാണുന്നത് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും ജനവഞ്ചനയുമാണ്. അത് വോട്ടായി മാറുമെന്നും തങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ട അതേ ട്രെൻഡ് തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും കാണുന്നതെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. UDF ശക്തി മേഖലകളിൽ നല്ല വോട്ടുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായി ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതിനിടയിലാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കൂടി വരുന്നത്. മറ്റേത് വിഷയങ്ങൾ ജനം മറന്നാലും ശബരിമല ജനം മറക്കില്ല. മലബാറിൽ മേഖലയിലും മികച്ച ഫലമാണ് UDFനുണ്ടാവുകയെന്നും കോഴിക്കോട് ഉൾപ്പെടെ മുഴുവൻ കോർപ്പറേഷനുകളിലും വലിയ മുന്നേറ്റം കാണാനാവുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. LDF സർക്കാരിനെതിരായ ജനവികാരം തെരഞ്ഞെടുപ്പിലുണ്ടാകുമെന്നും സംസ്ഥാന സർക്കാരിൻ്റെ കൗണ്ട് ഡൗൺ ആയിരിക്കുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്നും സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. സർക്കാരിനോട് പ്രതിഷേധം അറിയിക്കാൻ തെരഞ്ഞെടുപ്പിനായി കാത്തിരിക്കുകയായിരുന്നു ജനങ്ങളെന്നും ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷനിലടക്കം UDF തേരോട്ടമുണ്ടാക്കുമെന്നും മുനവ്വർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിലെത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലെത്തിയത്. അതിൻ്റെ കാതലായ വശം പതിവ് തെറ്റിക്കാതെ ബൂത്തിൽ ഒന്നാമതായി പാണക്കാട്ടെ സയ്യിദ് കാരണവർ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ടാണ്.
അത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി കണക്കാക്കുകയാണ്. നേതാക്കൾ പറഞ്ഞതുപോലെ തന്നെ UDF വൻ മുന്നേറ്റമുണ്ടാവുന്ന കാര്യത്തിൽ തർക്കമില്ല. ജനം അവർ കൃത്യമായി അത് വോട്ട് വിനിയോഗിച്ചുകൊണ്ട് UDF മുന്നിലെത്തിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. എല്ലാവിധ പ്രിയപ്പെട്ട വോട്ടർമാർക്ക് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, മാസ്സലാം.